നമ്മളിപ്പോൾ ഉള്ളത് അഘോബിലം. അഘോബിലം, കീഴ് അഘോബിലം അങ്ങനെയാണ് പറയുക. താഴെയുള്ള അഘോബിലം. അഘോബിലത്തില് നമ്മൾ 9 നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളാണ്. പക്ഷേ ഈ കീഴ് അഘോബിലം എന്ന് പറയുന്ന സ്ഥലം ഈ 9 നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പെടില്ല. അഹോബിലത്തിലുള്ള ഭഗവാന്റെ പേര് പ്രഹ്ലാദവരദ നരസിംഹർ, അങ്ങനെയാണ് പേര്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനിവാസൻ, അതായത് വെങ്കടാചലപതി എന്ന് പറയുന്ന തിരുപ്പതിയിലുള്ള ശ്രീനിവാസ ഭഗവാനായിട്ട് ഇവിടെ വന്ന് ലക്ഷ്മി നരസിംഹമൂർത്തിനെ പ്രതിഷ്ഠ ചെയ്തു. അങ്ങനെയാണ് ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത്. ഇവിടെ ഈ 9 നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ക്ഷേത്രം ഇതാണ്. ഇത് തമിഴ് ആചാരത്തിലുള്ള പൂജകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിജയനഗര രാജാവാണ് ഈ അമ്പലത്തിന്റെ പുനർനിർമ്മാണങ്ങളൊക്കെ ചെയ്തത്. ഈ ക്ഷേത്രം അഘോബിലം മഠത്തിന്റെ കൺട്രോളിലാണ് ഉള്ളത്. ഈ അഘോബിലം മഠം എന്ന് പറയുന്നത് 600 വർഷം പാരമ്പര്യമുള്ള ഒരു മഠമാണ്. ഇത് ആദിവൻ സടഗോപൻ അങ്ങനെ പറയുന്ന ജീയറാണ്. ജീയർ എന്ന് അവരെ പറയുക. നമ്മളെങ്ങനെ ആദിശങ്കരാചാര്യൻ അവരുടെ പിൻഗാമികളായിട്ടുള്ളവരെ നമ്മൾ ശങ്കരാചാര്യൻ എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ ഇവരെ ജീയർ അങ്ങനെയാണ് പറയുക. രാമാനുജനാണ് ഇവിടെ ഈ നിർമ്മാണം, അതായത് രാമാനുജനാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പുറത്തുള്ള ജനങ്ങളെ അറിയിക്കുന്നതും ഇവിടെ രാമാനുജരുടെ പേരിൽ അവരുടെ ഒരു ശിഷ്യനാണ് ഇവിടെ മഠം സ്ഥാപിക്കുന്നതും. ഇത് മഠത്തിന്റെ കൺട്രോളിലുള്ള ഒരു അമ്പലമാണ്.